ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു വാട്ടർ പ്രൂഫാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ ചെറിയ നനവിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഈ കാണുന്ന ഭാഗത്ത് മഴ പെയ്യുന്ന സമയത്ത് താഴോട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കണം. അപ്പോൾ ഇത് ജിപ്സം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറം ഭാഗം കംപ്ലീറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ടമാനം കച്ചറകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇതിൻ്റെ മെയിൻ സ്ലാബ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷമേ നമുക്ക് വാട്ടർ പ്രൂഫ് അടിക്കാൻ പറ്റുള്ളൂ. ഇനി ബാലൻസ് വരുന്നത് ഈ സൺസൈഡുകളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ പുതിയ വീടുകൾ പെയിൻ്റ് അടിക്കുന്നവർ, പുട്ടി വർക്ക് ചെയ്യുന്നവർ നമ്മൾ വാട്ടർ പ്രൂഫ് നിർബന്ധമായിട്ടും ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വാട്ടർ പ്രൂഫ് ചെയ്യുക. അതുപോലെ ഈ കാണുന്ന ഭാഗത്താണ് വെള്ളം താഴോട്ട് ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. അതൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കോട്ട് വാട്ടർ പ്രൂഫ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ടോട്ടലി നമ്മൾ 3 കോട്ടാണ് ചെയ്യുന്നത്. ഈ കാണുന്ന ചുമരിൽ നമ്മൾ 1 മീറ്റർ ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്ന പാരപ്പറ്റിലും നമ്മൾ 1 മീറ്റർ ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി വീഡിയോ നമ്മൾ വർക്ക് കഴിഞ്ഞ ശേഷം ചെയ്യുന്നതാണ്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ കൂടെ കൂടിക്കൊള്ളി.